മിലിറ്ററി ഈ മൂന്ന് വാക്കുകളാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. അവർ പറഞ്ഞത് മെഷേർഡ്, കാൽക്കുലേറ്റഡ് ആൻഡ് ഡി എസ്കലേറ്റഡ് എന്നാണ് പറഞ്ഞത്. ഡി എസ്കലേഷൻ എന്നാണ് പറഞ്ഞത്. അതായത് കൃത്യമായി അളന്ന് കുറിച്ച് കൊടുത്ത പ്രഹരമാണിത്, ശക്തമായി കൊടുത്ത പ്രഹരമാണിത്. ഇനി ഫർദർ ഒരു വ്യാപനം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു സൂചന അതിനകത്തുണ്ടായിരുന്നു. അത് കാരണം ഇന്ത്യ അങ്ങനെ കൃത്യമായി ലോകത്തോട് വിളിച്ചു പറയാനുള്ള കാരണം ഇത് തങ്ങൾ നടത്തുന്നത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഉന്നം വെച്ചുകൊണ്ടല്ല, പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ ഏതെങ്കിലും ഇൻസ്റ്റലേഷനെ അവിടെയുള്ള സ്ഥാപനങ്ങളെ ഉന്നം വെച്ചുകൊണ്ടല്ല. കാരണം അതൊരു പരമാധികാര രാഷ്ട്രമാണ്. അതേസമയം പാകിസ്ഥാൻ ലോഞ്ചിങ് പാഡായി ഉപയോഗിക്കുന്ന ഒരൊറ്റ ഭീകരവാദിയെയും നമ്മൾ വെറുതെ വിടില്ല എന്നുള്ളതാണ്. അതാണ് കൃത്യമായൊരു സന്ദേശമായി നമ്മൾ കൊടുത്തത്. പറയാൻ കാരണം പുൽവാമ പകൽകോട്ട് ആക്രമണത്തിന് ശേഷം സംഭവിച്ചത് ഭീകരവാദികൾ പറഞ്ഞത് മോദിയോട് ചെന്ന് പറയൂ എന്നാണ്. അവൻ മോദിയോട് പറഞ്ഞു, അതിന് പരിഹാരമുണ്ടായി എന്നുള്ള സൂചന പോലെ തീർച്ചയായിട്ടും ഇവിടെ സാറ് സൂചിപ്പിച്ചതാണ്. ആ പേര് തന്നെ വളരെ അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗമാണ് ഇന്ത്യ നടത്തിയത്. ഇപ്പോൾ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് ചില സവിശേഷതകളുണ്ട്. നമ്മൾ ധാരാളം മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ധാരാളം ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ് ഇതിനെക്കുറിച്ച്. പക്ഷെ എന്താണ് ഇത്തവണത്തെ ആക്രമണത്തിന് പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ, അത് ഇന്നോളം നമ്മൾ പാകിസ്ഥാൻ്റെ ഇത്രയേറെ ഉള്ളിലേക്ക് കടന്നു എന്നൊരാക്രമണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ തികഞ്ഞ യുദ്ധസമയത്തല്ലാതെ ലിമിറ്റഡ് സ്ട്രൈക്കോ സർജിക്കൽ സ്ട്രൈക്കോ ഒന്നും നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ പാകിസ്ഥാനിലെ പ്രത്യേകമായിട്ടുള്ള ഭീകരവാദ ക്യാമ്പുകളെ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടുത്തെ കൊടും ഭീകരനായിട്ടുള്ള അസർ മസൂദിൻ്റെ ബന്ധുക്കളെ 10ഓളം പേരെ കൊന്നൊടുക്കിയതായി അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും അത് ശരിവെക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൽ ഇന്ത്യക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ വരാനിരിക്കുന്ന കണക്കുകൾ ഇനി സൂചിപ്പിക്കാവുന്നതേ ഉള്ളൂ. നമുക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ വന്നിട്ടില്ല. കാരണം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അതാണ് ശരി എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മിനിമം അത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കുമല്ലോ, പാകിസ്ഥാന് നന്നായിട്ട് അടി കിട്ടി എന്നുള്ളത് തന്നെയാണ്. അവിടെ പാകിസ്ഥാനല്ല നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ആ ശിക്ഷ നൽകിയിട്ടുള്ളത്, പാകിസ്ഥാൻ സഹായം കൊടുത്ത് ചെലവും കൊടുത്ത് നിൽക്കുന്ന ഭീകരവാദികളെ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് തീർക്കും എന്നാണ്. അപ്പോൾ ആ വീട്ടിൽ ചെന്ന് തീർത്ത ഒരവസരമാണിത്. ഇനി എന്ത് എന്നുള്ളതാണ്. ഇന്ത്യ വളരെ വ്യക്തമായൊരു സന്ദേശം ലോകത്തിന് കൊടുത്തു. തങ്ങൾ ഈ ആക്രമണം നടത്തിയത്, ഈ തിരിച്ചടി നൽകിയിട്ടുള്ളത് പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതല്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ പണ്ടേ നമ്മൾ ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നുന്നു, എന്തായിരുന്നു ആ പരിഗണന? ഒന്ന് ആലോചിച്ച് നോക്കൂ. സിന്ധു നദീജല കരാർ ഇപ്പോൾ റദ്ദാക്കിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വാർത്തയെക്കുറിച്ച് അറിയാം. ഇത്രയും നാളും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മൾ എന്തിനാണ് ആ രാജ്യത്തിന് ഇത്രയേറെ വെള്ളം നൽകിയത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ടാണ്. കാരണം അവിടെ ഡാമുകളൊക്കെ ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ വെള്ളത്തെ നിയന്ത്രിക്കാമായിരുന്നു. പ്രത്യേകിച്ച് 2000-ന് ശേഷം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി അവിടെ പുതിയ ഡാം കൺസ്ട്രക്ഷനൊക്കെ വന്നപ്പോൾ അതിനെതിരെ പരാതി കൊണ്ട് പോയ രാജ്യമാണ് ഈ പാകിസ്ഥാൻ. പക്ഷെ അന്ന് അന്തർദേശീയ നീതിന്യായ കോടതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യയോടൊപ്പം നിന്നു. ഇന്ത്യയുടെ ആർഗ്യുമെൻ്റാണ്, ഇന്ത്യയുടെ ന്യായമാണ്, അവകാശവാദങ്ങളാണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വളരെ മനുഷ്യത്വപൂർവമായ ഒരു സമീപനം, നമ്മുടെ അയൽക്കാരനായിട്ടുള്ള രാജ്യങ്ങൾ, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്കൊരിക്കലും അയൽക്കാരെ മാറ്റാൻ കഴിയില്ല. സുഹൃത്തുക്കളെ നമുക്ക് പലയിടത്തും തിരഞ്ഞെടുക്കാം, പക്ഷേ നമുക്കൊരിക്കലും അയൽക്കാരെ മാറ്റാൻ കഴിയില്ല. അത് കൃത്യമായി അറിയാവുന്ന, മാത്രം അയൽക്കാരൻ നന്നായിരുന്നാൽ നമുക്കും നല്ലതാണെന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള നയം നടപ്പിലാക്കുകയും ചെയ്ത ഒരു രാജ്യമാണ്. അയൽക്കാരെ ആദ്യം പരിഗണിക്കുക എന്നുള്ള നയം നടപ്പിലാക്കിയ രാജ്യമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ പാകിസ്ഥാൻ അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ ഒരു വശത്ത് ലാഹോർ യാത്ര നടക്കുമ്പോൾ മറുവശത്ത് കാർഗിൽ നുഴഞ്ഞു കയറിയ പാരമ്പര്യമുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കരുതലോടെ ഇത്തവണ നേരിട്ടു. കഴിഞ്ഞ 2-3 സന്ദർഭങ്ങളിലായി, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ പഴയ വിദേശ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യ പഴയ തരത്തിലുള്ള പ്രതികരണമല്ല നടത്തുന്നതെന്നും അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതിനോടകം തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. അമിത്ഷാ പല സന്ദർഭങ്ങളിലും പറഞ്ഞു, ലോകത്ത് തൻ്റെ പൗരന്മാരെ നഷ്ടപ്പെട്ടാൽ പ്രതികരിക്കുന്ന അപൂർവം ചില രാജ്യങ്ങളുണ്ട്, അത് അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ്. ഇന്ത്യ അതിൻ്റെ പട്ടികയിലേക്ക് മാറുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും വിലയുണ്ടെന്നും അതിനെ നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചടി കൊടുക്കുമെന്നുള്ള സൂചനയാണ് നൽകിയത്. അപ്പോൾ പോലും നമ്മൾ ആലോചിക്കണം, ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ടതിന് പകരം നമ്മൾ ഇപ്പോഴും വളരെ ആത്മസംയമനത്തോടെ എല്ലാവരും ചോദിച്ചു, എന്തേ 2 ആഴ്ച എടുക്കുന്നു? പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ നമ്മൾ മറുപടി ഒന്നും പറയാതെ കാത്തിരുന്ന് അവിടെ നിന്ന് ഈ ഭീകരവാദ ആക്രമണത്തിന്
തുണയായവരെ, അവരെ സഹായിച്ചവരെ യഥാർത്ഥത്തിൽ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവരുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ, അവരുടെ റെസിഡൻസുകൾ, അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ, അവർ ഓപ്പറേഷൻ നടത്തുന്ന സ്ഥലങ്ങൾ, അവരുടെ പരിശീലന കേന്ദ്രങ്ങളിലൊക്കെ ആവശ്യത്തിനുള്ള ഡാറ്റ നമ്മൾ ശേഖരിച്ചുകൊണ്ട് പ്രിസിഷൻ അറ്റാക്ക് എന്നാണ് അമേരിക്ക പോലും വിശേഷിപ്പിച്ചത്. അത്ര കൃത്യതയോടുകൂടിയുള്ള ഒരാക്രമണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതും പാകിസ്ഥാൻ്റെ ഒരുപാട് അകത്തേക്ക് കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പം 4ഓളം കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ഉള്ളിലും ബാക്കി വരുന്ന പ്രദേശങ്ങൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലുമാണെന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരുപക്ഷെ ഇന്ത്യക്ക് ചെറിയ ചില നഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം, നമുക്കതിനെപ്പറ്റിയൊന്നും പറയാറായിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്.